ബ്രിട്ടനിൽ ഭീകരത പത്തിവിടർത്തിയാടിയ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. ഡൺകാസ്റ്ററിൽ നിന്നും ഡിങ്സ് ക്രോസിലേക്കുള്ള ട്രെയിനിനകത്ത് നടന്ന കത്തിക്കുത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേംബ്രിഡ്ജിലെ ഹണ്ടിങ്ടൺ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ആളുകൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ടോടുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൊട്ടുപിറകെ പൂർണ്ണമായും കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ കത്തിയുമായി വരുന്നതും ദൃശ്യത്തിലുണ്ട്. ശനിയാഴ്ച രാത്രി നടന്ന സംഭവത്തിൽ 11 പേർക്കാണ് കുത്തേറ്റത്. LNER ട്രെയിനിന്റെ ജെ കോച്ചിലായിരുന്നു സംഭവം. ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണെന്ന് കരുതുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 2 പേരിൽ ഒരാളെ പിന്നീട് കൂടുതൽ നടപടികളൊന്നും എടുക്കാതെ വെറുതെ വിട്ടിരുന്നു. ട്രെയിനിനകത്ത് യാത്രക്കാർക്ക് നേരെ ഊരിപ്പിടിച്ച കത്തിയുമായി എത്തിയ അക്രമി ചെകുത്താൻ ജയിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അക്രമം അഴിച്ചുവിട്ടതെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു പ്രാദേശിക സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിൽ ഭയചകിതരായി ഓടുന്ന യാത്രക്കാരിൽ ഒരാൾ ട്രെയിനിനടിയിലേക്ക് വീഴുന്നത് കാണാം. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അക്രമി ശാന്തനായി നടന്നു വരുന്നതും പിന്നീട് അവിടെയുള്ള വേലി ചാടി കാർ പാർക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നതും അതിലുണ്ട്. അയാളുടെ കൈകളിൽ വലിയൊരു കത്തിയുള്ളതും ദൃശ്യത്തിൽ വ്യക്തമാണ്. അക്രമത്തിൽ പരിക്കേറ്റ 11 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു. 4 പേരെ അത്യാവശ്യ ചികിത്സ നൽകി പറഞ്ഞുവിട്ടിട്ടുണ്ട്. ഇതിനെ ഒരു തീവ്രവാദി ആക്രമണമായാണ് പോലീസ് ആദ്യം പരിഗണിച്ചതെങ്കിലും തീവ്രവാദവുമായി ഇതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരുന്നുവെങ്കിലും അതിൽ ഒരാൾ നിരപരാധിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അയാളെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴികളിലും പറയുന്നത് ഒരാൾ മാത്രമാണ് ആക്രമിച്ചത് എന്നാണ്. അന്വേഷണം തുടരുന്നതിനാൽ സംഭവം നടന്ന ക്ലാസ് 800 അസുമ ട്രെയിൻ ഹണ്ടിങ്ടൺ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നിരവധി യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് ട്രെയിൻ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടലായിരുന്നു. റോയൽ നേവിയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ട്രെയിൻ ഡ്രൈവർ ആൻഡ്രൂ ജോൺസൺ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ലണ്ടനിലേക്ക് പോകുകയായിരുന്ന ട്രെയിനിനെ അക്രമത്തിന്റെ വിവരം അറിഞ്ഞയുടൻ ഹണ്ടിങ്ടൺ സ്റ്റേഷനിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇത് എമർജൻസി സർവീസുകാർക്ക് ഉടനടി പ്രവർത്തനം ആരംഭിക്കാൻ സഹായിച്ചു. 15 മിനിറ്റോളം അക്രമം നീണ്ടുനിന്നതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2 ബ്രിട്ടീഷ് പൗരന്മാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഡാൻകാസ്റ്ററിൽ നിന്നും ലണ്ടനിലെ കിങ് ക്രോസിലേക്കുള്ള ട്രെയിൻ ശനിയാഴ്ച രാത്രി 7:30 മണിയോടെ പീറ്റർബറോ സ്റ്റേഷനിൽ വിട്ട ഉടനെയായിരുന്നു അക്രമം ആരംഭിച്ചത്. യാത്രക്കാരെ അക്രമിയിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ കുത്തേറ്റ റെയിൽ ജീവനക്കാരന്റെ നില അതീവ ഗുരുതരമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു വീരനായകനെ പോലെയായിരുന്നു ഇയാൾ അക്രമിയെ തടഞ്ഞത് എന്നാണ്.